നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്നത് ഡിറ്റർമിനൻസ് ആണ്. ഡിറ്റർമിനൻസിൽ നമ്മൾ പറയുന്നത് അതൊരു സ്കാലർ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് സ്ക്വയർ മെട്രിക്സ് ആണ്. ഏരിയ വോളിയം ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. നോൺ ഡിറ്റർമിനൻറ്റ് അതായത് നോൺ സീറോ ഡിറ്റർമിനൻസിന് നമ്മൾ മെട്രിക്സിൽ ഇൻവേർട്ടിബിൾ എന്നാണ് പറയുക. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് 2x2 മെട്രിക്സിൻ്റെ നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് പറയുന്നത് AD - BC ആണ്. അതേപോലെ തന്നെ ഒരു ഡിറ്റർമിനൻറ്റ് ഓഫ് 3x3 മെട്രിക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 3x3 മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ A1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ റോയും കോളം വലുതായിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് അതായത് B2 C2 B3 C3 അത് നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് കാണേണ്ടത്. രണ്ടാമത്തെ നമ്മൾ ഇവിടെ A2 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണോ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിന് മൈനസ് സൈനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ -A2 ഇൻറ്റു ആ റോയും കോളത്തെ എലമെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന് എഴുതാം. അതേപോലെ തന്നെ A3 ചെയ്യുമ്പോൾ ആ A3 ഉള്ള റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 4 എലമെൻറ്റ്സിനെ എഴുതിയിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴാണ് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് എ മെട്രിക്സ് കംപ്ലീറ്റ് ആവുക. അടുത്തത് മൈനസ് ആണ്. മൈനർ ഓഫ് ദ എലമെൻറ്റ് ഈസ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ റിമൂവിങ് ഇറ്റ്സ് റോ ആൻഡ് കോളം. അതേപോലെ തന്നെ നമ്മൾ മൈനസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് എലമെൻറ്റിൻ്റെ മൈനറാണോ നമുക്ക് കാണേണ്ടത് ആ ഒരു മൈനർ എലമെൻ്റ് ഉള്ള റോയും അതേപോലെ തന്നെ കോളം നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇങ്ങനെ ഇൻറ്റു ചെയ്തിട്ട് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. A എന്നിട്ടുള്ള ഒരു 3x3 മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് A11 ആണ് കാണണമെന്നുണ്ടെങ്കിൽ A11 ഉള്ള റോയും കോളം നമ്മൾ ഒഴിവാക്കിയിട്ട് അതിൽ ബാക്കിയുള്ള 4 എലിമെൻറ്റ്സ് വരുന്നത് A22 A23 A31 A33 ആണ്. അപ്പോൾ ആ എലിമെൻറ്റ്സിനെ നമ്മൾ ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കോഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ -1/i+j ഇൻറ്റു മൈനർ ഓഫ് ദാറ്റ് എലമെൻ്റ് ആണ്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ ചെയ്യാനും അതേപോലെ തന്നെ മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പം ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Cij = -1/i+j ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് Mij എന്നാണ്. Mij എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൈനറാണ്. അപ്പോൾ ഇതിൽ Cij എന്നുള്ളതിൽ ഇതിൽ റെഡ് ബോക്സിൽ കാണിച്ചിരിക്കുന്നത് റോയും ബ്ലൂ ഉള്ളത് കോളമാണ്. അപ്പോൾ അത് നമ്മൾ M11 ഉള്ളത് കൺസിഡർ ചെയ്തു. അപ്പോൾ M11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എലമെൻ്റ് ആയിട്ടുള്ള 1. അപ്പോൾ അതുള്ള റോയും കോളം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ബാക്കി നമ്മൾ 3 8 2 1 എന്നുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റും അതിൻ്റെ കൂടെ തന്നെ -1/ij എന്നാണ്. ij പറഞ്ഞാൽ എത്രാമത്തെ റോയിൽ എത്രാമത്തെയാണോ അതേപോലെ തന്നെ കോളത്തിൽ എത്രാമത്തെ നമ്പറാണോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ M11 കാണണമെന്നുണ്ടെങ്കിൽ ഐയും ജെ എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ ഏതിൻ്റെ ആണോ മൈനർ കണ്ടുപിടിക്കുന്നത് അതെ ആ ഒരു ij തന്നെ ഇൻഡിസസ് ആണ് നമ്മൾ -1/i+jയിലും കൊടുക്കേണ്ടത്. അപ്പം അതാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ് എന്താണെന്നാണ്. സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സിംഗുലർ മെട്രിക്സ് പറയുമ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. അതേപോലെ തന്നെ നോൺ സിംഗുലർ മെട്രിക്സ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0ക്ക് ഈക്വൽ ആവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് ആണ് പറയുന്നത്. അഡ്ജോയിൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ കോഫാക്ടർ എലമെൻറ്റ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിനൊരു മെട്രിക്സിൻ്റെ രൂപത്തിൽ എഴുതിയിട്ട് അതിന് ട്രാൻസ്പോസ് ചെയ്യുന്നതാണ് ശരിക്കും അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അഡ്ജോയിൻ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന ടൈമിൽ നമുക്ക് ഉപയോഗമുള്ളതാണ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സിൽ ഇതിൽ ഇപ്പോൾ ഒരു ആദ്യം തന്നിട്ടുള്ളത് ഒരു കോഫാക്ടർ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ കോഫാക്ടർ എലമെൻറ്റ്സിൻ്റെ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് ചെയ്യുക, അതായത് റോ കോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത്
ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. പിന്നെ ഒരു മെട്രിക്സ് ഇൻവേഴ്സ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0ക്ക് ഈക്വൽ ആവാൻ പാടില്ല. അതായത് നോൺ സിംഗുലാർ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ, 0 വരുന്നതിന് ഇൻവേഴ്സ് ഉണ്ടാവില്ല. അപ്പം നോൺ സിംഗുലാർ മെട്രിക്സിന് മാത്രമാണ് എന്തുണ്ടാവുക, നമുക്ക് ഇൻവേഴ്സ് ഉണ്ടാവുക. അപ്പം എ ഇൻവേഴ്സ്, അതായത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ എന്നാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ 3x3 മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം, ഇത് ആദ്യം ഇതിന് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇത് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് നമ്മൾ ആദ്യം ഫസ്റ്റ് എലിമെൻറ്റിനെ കൊണ്ട് ആ റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് വെച്ചു. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് എലിമെൻറ്റിനെ മൈനസ് ചെയ്തിട്ട് നമ്മൾ അത് ബാക്കിയുള്ള എലിമെൻറ്റ്സിനെ നമ്മൾ ഡിറ്റർമിനൻറ്റ് ഫോമിൽ എഴുതി. അങ്ങനെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് പറഞ്ഞതുപോലെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചു. എന്നുള്ള 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത നമുക്ക് ചെയ്യേണ്ടത് അഡ്ജോയിൻറ്റ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിൻറ്റ് എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മൈനേഴ്സാണ് കണ്ടുപിടിക്കണം. അങ്ങനെ M11, M12, M13, M21, M22, M23, M31, M32, M33 ഇങ്ങനെ ഓരോ എലിമെൻസിൻ്റെയും മൈനേഴ്സ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അങ്ങനെ മൈനസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആ എലിമെൻസിൻ്റെ കോഫാക്ടർ കണ്ടുപിടിച്ചു. അതായത് -1/i+j mij എന്നുള്ള ഇക്വേഷനിൽ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത് ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോന്നിൻ്റെയും കോഫാക്ടേഴ്സ് കിട്ടും. അങ്ങനെ എല്ലാത്തിൻ്റെയും കോഫാക്ടേഴ്സ് നമ്മളൊരു മെട്രിക്സിൻ്റെ രൂപത്തിൽ A11, A21, A31, A12, A22, A32, A33, A23 എന്നുള്ള ഫോമിൽ നമ്മൾ എഴുതി. അപ്പം എന്നിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ അഡ്ജോയിൻറ്റ് എ ഉണ്ടല്ലോ അതിനെ ഡിറ്റർമിനൻറ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻസ്, അതേപോലെ തന്നെ മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, ട്രാൻസ്പോസ്, അഡ്ജോയിൻറ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. താങ്ക് യു.